ഹലോ ഗായ്സ്, നമ്മളെ പുതിയൊരു വീഡിയോക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മൈൻക്രാഫ്റ്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ കൊണ്ടല്ല കള്ളൻ. ഞാൻ വീഡിയോക്കെ അല്ലേടാ. നമുക്ക് ഫുഡൊക്കെ ഒന്ന് കുറച്ച് സെറ്റപ്പ് ആക്കാം. അതെ ഇവിടെ കള്ളനുണ്ട്, മിൽമ ഫാക്ടറി ഉണ്ട്, മാക്സ് ഉണ്ട്. ഒന്ന് പോയടാ അല്ലേ? ശരി, 50 ടേബിൾ പോലെടാ. 50 അൺലിമിറ്റഡ് പോലെ നീ എണ്ണിക്കൊണ്ടിരുന്നു. ഞാൻ പറയുമ്പോൾ വൃത്തിയാതി. നമ്മുടെ വീടിന്റെ പണി ബാക്കി തുടങ്ങാം. വീടിന്റെ പണിയാണ് നമ്മ ഇനി ചെയ്യാൻ പോകുന്നത്. നമ്മളല്ല നമ്മളുടെ ഗെയിമിലാണ്. കുറച്ച് മരം വേണം. മരം വെട്ടണത് നല്ല കാര്യമല്ല. അക്കുമാരത്തിനെ വിളിച്ചിട്ടില്ലേ, ഹലോ ചേട്ടാ ഇവ മരം വെട്ടണുണ്ട്. അവരൊരുമ്പോ ഇല്ലേ എവിടെ പോലെ മരം വെട്ട എന്നാ ഗെയിമിൽ ഇപ്പൊ മരം വെട്ട. എന്റെ പോനോ, അങ്ങനെയൊക്കെ ശരിക്കും അങ്ങനെ നീ ശരിക്കും ചെയ്യും. അവൻ ശരിക്കും ചെയ്യും. ഒരു സൗണ്ട് കേൾക്കണ്ടല്ലോ. എന്ത് അതാ പോയ വഴി. പിന്നെ സൗണ്ട് ടിവിയിലായിക്കോളാം. ഞാൻ TV വെച്ചാൽ ആപ്പിൾ ഡോറാബുജിയാണ്. നമ്മളറിഞ്ഞ് ഡോറാബുജിയാണ് കാണും. നിങ്ങൾ അറിഞ്ഞോ? എവിടെ എന്റെ ബാഗ് ബാഗ് ഐസ്ക്രീം ഐസ്ക്രീം ഒന്ന് വിളിച്ചത് നോക്കി. അതെ കേക്കോ നീ ചക്ക മൂക്കിട്ട് സ്പ്രേ അടിച്ചേ വേണോ? അയ്യോ, എന്റെ പേര് പോടായ, എന്റെ പേര് ആടായ. എന്താ ചളി ഗൈസ്, ഒരുത്തനെ കിളി പോയി, മറ്റവൻ കിളികളാൻ നോക്കൻ വെക്കം പണി ബ്രോ. ഞാൻ വിചാരിച്ച അപ്പൂര് താമസിക്കാനുള്ള വീടാ. നിനക്ക് താമസിക്കണം. ഞാനാ നിന്നെ കൊന്നിട്ടില്ലേ ഫോൺ വെച്ചതേ. ഞാൻ ആത്മാവായിട്ട് ചുള്ളിക്ക് അങ്ങനെ ഗൈസ് അപ്പൂനെ കൊന്നിട്ട് നമ്മ കയറ്റിയിട്ടുണ്ട്. വെറുതെ എന്ത് എന്റെ വീടാരാടാ പൊളിക്കണം. കിട്ടാതെ അത് കളയണം. നീ ഇവിടെ നിന്ന് മാറ്റണം. സ്റ്റോറേജ് $22 കുറച്ച് നേരം ഇങ്ങനെ ടച്ച് ചെയ്തോണ്ടിരിക്കണം. ഇന്നൊന്നും കഴിയൂല. ഇന്നൊന്നും കഴിയില്ലെങ്കിൽ ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്തോക്കാം. നാളെ വരെ ഞാൻ വീട്ടിൽ ഇത് കഴിയുമ്പോ കാണാം. ഓക്കെ, നമുക്ക് ആവശ്യത്തിനുള്ള ഫുഡൊക്കെ നമ്മൾ എടുത്ത് ടോർച്ച് ഉണ്ടോ? ടോർച്ച് അതിന് 3 ടോർച്ച് ഉണ്ട്. അതിൽ എണ്ണം തോടാക്കണം. ഓക്കെ, പിന്നെ നമുക്ക് കുറച്ച് മേലിൽ നിന്ന് ഇതെടുത്ത് മാറ്റാം. അധികം പൊളിക്കണ്ട.
അധികം പൊളിച്ച ചിലപ്പോ ആകാശം കാണാൻ പറ്റും. ഈ നോക്ക് കുറച്ച് 3 ഹൈറ്റിന് ബ്ലോക്ക് കാണാൻ മാറ്റാം. വീട് എടാ വീട് നല്ലൊരു ഹൈടെക് വീടാക്കിയാലേ. എടാ 2 ഹാളി കൊണ്ട് കട്ടിലിട. അയ്യോ എണ്ണം കൂടി ആക്കാനുണ്ട്. നമ്മ മാറ്റും ബെഡ്റൂം ഒക്കെ സെറ്റ് ചെയ്യും നമ്മ. ഇപ്പൊ തലക്കാലത്തേക്ക് വേണ്ടിട്ടാണ് വെച്ചേക്കണം. എനിക്കൊന്നും മനസ്സിലാണ് അതൊക്കെ പണി അറിയാൻ പാടില്ലാത്തോണ്ട്. സിയാമിനെ ജനിച്ചപ്പോഴേ എഞ്ചിനീയറായിട്ടാ ജനിച്ചേ. ഇവിടെ ഫുള്ള് ഇരുട്ടാണ്. പിന്നെ മനസ്സിലാവുള്ളൂ. എനിക്ക് ആഗ്രഹമുണ്ട് എഞ്ചിനീയർ. കണ്ടവരുടെ വീടും പൊളിക്കാന്. ഇവൻ എഞ്ചിനീയർ വീട് വെച്ച് കൊടുക്കും എക്സ്ട്രാ പൈസക്ക്. ഇവൻ വീട് വെച്ച് കൊടുത്താ ഉറുമ്പായിരിക്കും താമസിക്കണമെന്ന്. അറിയാലോ സ്റ്റെപ്പ് ഒന്നും പണിയല്ലേ എഞ്ചിനീയറെ. അടിച്ചാൽ ഇറക്കി തരോട്ടെ. സ്റ്റെപ്പ് അത് എഞ്ചിനീയറാ ഉണ്ട്. ദൈവനെ പോലത്തെ സിയാനെ പോലത്തെ മണ്ടൻ എഞ്ചിനീയർ ഉണ്ട്. മണ്ടൻ എഞ്ചിനീയർ ഈ ഇതിനകത്ത് കാറുണ്ടായി കൊള്ളാല്ലേ കൈ. ഓഫ് റോഡ് കാർ. അക്കുവിനെ പിടിച്ചാ ശരിക്കും കുതിര കയറാൻ പറ്റില്ല. എടാ ഇപ്പൊ എന്താ നോക്കണം? ആവശ്യത്തിനുണ്ടല്ലോ പിന്നത്. ഇവന് കണ്ണാണാൻ പാടില്ല. അത് ഞാൻ സൈഡിൽ നോക്കിയല്ലേ. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് നമുക്ക് ഈ വെറും ഇങ്ങനത്തെ ലോക്ക് എടുത്തിട്ട് ഈ മൂലക്ക് അയ്യോ മാറിപ്പോയി ഏതൊക്കെയാ വിളിക്കണം. ഇതിങ്ങനെ വെച്ചിട്ട് അയ്യോ എന്തൊക്കെയാണ് ഇങ്ങനെ വെച്ചോ. ഇങ്ങനെ വെച്ച് കൊടുക്കണം കേട്ടോ. ഈ ഇങ്ങനത്തെ ഈ വെറും ലോഗ് മെറുണ്ട്. അത് കടയിലുണ്ട്. പൈസ തന്നെ പോയി മേടിച്ചേ. ഓക്കെ ഇങ്ങനെയൊക്കെ സാധനം കണ്ട ഒരു കോർണറിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. കോർണർ അവന്റെ കോർണറാണ് അപ്പൊ പിന്നെ പണ്ടേ പഠിച്ചു വെച്ചാ പിന്നെ പണ്ടേക്കും പഠിപ്പിച്ചു. പഠിപ്പിച്ചിട്ട് നീ തൂണാണോ ഉദ്ദേശിച്ച? ചെയ്യാനിട്ടത് കയറായി എന്ത് പറയാന്. അത്ര ചില സ്ഥലത്ത് ഇങ്ങനെയൊക്കെ വെട്ടം കുറഞ്ഞുണ്ട്. ഇവൻ പറഞ്ഞവരാണ് സാറിന് വെട്ടൊന്നും വെക്കൂല. വളഞ്ഞു പോലെ ഇത് നേരെ ഒന്നും പറഞ്ഞില്ലല്ലോ. മൾട്ടിപ്ലെയർ വീഡിയോ ഉടൻ തന്നെ വരോട്ടെ. അതന്നെ ഉടൻ തന്നെ പറയാൻ വേണ്ടി എപ്പോഴെങ്കിലൊക്കെ അതന്നെ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് വരും. രാത്രിയാണോ? അക്കൂന് എപ്പോഴെങ്കിലൊക്കെ അടിച്ചു കൊടുത്താകും. ഓക്കെ ഇനി ഈ മൂലൊക്കെ കൂടി ചെയ്യാം. എന്ത് ടൈലറാ? ബോറടിക്കണ്ട ഗൈസ്. അക്കൂന് ബോറടിക്കണം. അപ്പൊ ഞാൻ ഇച്ചിരി നേരത്തെ അക്കൂനെ ബോറടി മാറ്റാനായിട്ട് എന്ത് ചെയ്യണം? അപ്പൊ ഒരു പാട്ട് പാടി തന്നാ മതിയാ. ഡോറ ഡോറ ഡോറയുടെ പ്രയാണം. ഫൈനൽ ലുക്ക് ഇതിപ്പോ സെറ്റ് ആയിട്ടുണ്ട്. ഇനി കുറച്ച് ഈ ഇതൊക്കെ മാറ്റി നമുക്ക് വേറെ സംഭവം. ചെറിയ വീടാണ്. എന്താടാ ഭയങ്കര ചെറിയ വീട്. ചെറിയ വീടാണ്. അതങ്ങനെ ചെയ്യാൻ പൊടിയല്ലേ. എഞ്ചിനീയറിനെ പഠിച്ചിട്ടാണ്.
ഇവന്മാരെയൊക്കെ ഒന്നും പറയാൻ പറ്റില്ല. ഇവന്മാരൊക്കെ ഒന്നും പറയാൻ പറ്റില്ല. എന്തൊക്കെയാണ് ഞാൻ എന്തൊക്കെയാ പറയാ? അത് ശരിയാ. നമുക്ക് പിന്നെ ഉള്ളത് ബ്ലോക്ക് എടുക്കുക. ബ്ലോക്കറാ? ആ ബ്ലോക്കർ ഗൈസ്, അവരുടെ ബ്ലോക്കർ. സ്റ്റെപ്പ് വേണം 16 എണ്ണം എടുത്തിട്ട് മെസ്സേജ് ഒന്നും നോക്കണ്ട. രാത്രിയായിരുന്നു. അതന്നെ ഗൈസ്, ഇപ്പൊ തന്നെ ഉറങ്ങണ കയറി കിടക്കും. ഓക്കെ. അങ്ങനെ ഗൈസ് ഗുഡ് നൈറ്റ്. രാവിലെ ആയിട്ടാണ്. എവിടെ രാവിലെ? രാവിലെ അല്ലേ. പണിക്കിറങ്ങി ഗൈസ്. രാവിലെ കുറെ നേരമായി ഉറങ്ങിയിട്ട്. ഇപ്പൊ തണുക പൊക്കത്താട സ്റ്റെപ്പൊക്കെ ശരിയാക്കിയ ഗൈസ്. പെരവാസൂരിക്ക് എല്ലാരും മഞ്ഞോട്ടാ കമന്റ് അടിച്ച്. കമന്റിൽ നിങ്ങ വന്നാ മതി. ശരിക്കും എടാ നമ്മൾ എന്തോ ഒരു കാര്യം പറയാൻ വന്നു. എന്തായാലും കൊള്ളാം. അവനെ മറന്നു. പിന്നെ ക്രീപ്പർ എവിടെ ഞാൻ തല്ലിക്കൊല്ലാൻ എനക്കറിയണ്ടവൻ പൊട്ടിത്തെറിച്ച് അവനെ വിളിച്ചു വരുത്തുണ്ട്. ഓനെ കണ്ട് ഓടെന്നെ കണ്ട്. അക്കുവിനെ തന്നെ വിളിക്കണം. അയ്യോ നമ്മുടെ വീട് പണിയാളി അല്ല. നമ്മുടെ വീടല്ല. ഇല്ലല്ലോ നമ്മുടെ വീട്. ആ സ്ഥല ഇതുകൂടെ ബ്ലോക്ക് ചടക്കം. വീട് പൊളിഞ്ഞു പോയേ. ക്രീപ്പർ വന്ന് പണി പറ്റിച്ച്. പണിയെടുക്കറിയാൻ പറ്റാത്തല്ല. ആ ക്രീപ്പർ ചെക്കൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്. ഇതാ ഞാൻ പറഞ്ഞ അവന്റെ മുമ്പിൽ പോയി പെടരുത്. അതന്നെ മുമ്പിൽ പോയി പെടരുതട്ടെ. ഇനി നീ കള്ളന്റെ ക്രീപ്പറിന്റെ അടുത്ത് പോയി അക്കുവിനെ പൊട്ടിച്ചോളൂ. പിന്നെ ഈ കോമഡി വരാൻ ആരണ്ട കുറച്ച് ഇത് നമുക്ക് ദൂരെ പൊട്ടിച്ചെടുക്കാം. എടാ ഓക്കെ നീ വീട്ടിലോട്ട് പോ. അങ്ങനെ ഗൈസ് ഇവിടെ എടാ നമുക്കല്ലേ ഒരു സീക്രറ്റ് റൂം പറ്റൂല. ഗൈസ് നിങ്ങൾ ലൈക്ക് അടിച്ച് പവറാക്കി എന്നാലേ നമ്മുടെ പെരവാസിയുടെ അടുത്ത് ഓരോ ഇതും കൂടിയാണ്. ലാസ്റ്റ് വൺ ഈ മരത്തിന്റെ അടിയിൽ മരം നട എറിഞ്ഞിരിക്കണം. അതൊക്കെ ഉണ്ട്. അത് പൊട്ടിച്ചാ പോരെ. എല്ലാം ഫ്രീ ആയിട്ട് ഇട്ട പൊട്ടിക്കോളൂന്ന്. ഒന്ന് പോയടാ. അയ്യോ എന്തൊക്കെ ചെയ്യണം. വീട് എവിടെ? വീടിന്റെ പൊടി പോലും അല്ല ഇനി അങ്ങനെ കേറും. എന്ത് നീ എന്താ പറയണിപ്പോ? പറഞ്ഞേ നമുക്ക് കുറച്ച് ഫുഡൊക്കെ ഇവന്റെ വയറവിടെ? ഇത് കുറച്ച് കുടവേറാക്കാൻ പറ്റുള്ളൂ. കുടവേറൊന്നുമില്ല. ഞാൻ പുല്ല് പറിച്ചാലില്ല. നല്ലോണം ഭയങ്കര പറിക്കണ എക്സ്പീരിയൻസ് കണ്ടിട്ട് ചെയ്യാൻ ജനിച്ചപ്പോൾ പുല്ല് പറിക്കാൻ വരുന്നത് അല്ലേ? പിന്നെ വീട്ടിൽ നിന്ന് നമ്മൾ എങ്ങാട്ടേലും പോയി കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലോട്ട് ഞങ്ങളുടെ വഴിയെന്ന് അറിയാൻ പാടില്ല. ഇതിനെ മതിയാണ് ഇത്ര പുല്ല മതി. അത് വീടെന്ത് ഇത് വീട് കുഴിയുണ്ട്. അതൊന്ന് പൂട്ടിക്കോട്ടാ. വീഴാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ കേറാൻ പറ്റാത്ത കേറി കാണിച്ചതാ. കേറി കാണിക്ക്.
അങ്ങനെ ഗൈസ് സിയാൻ്റെ മണ്ട അത് പൂട്ടിക്കോ അല്ലെങ്കിൽ ഇപ്പൊ അതൊക്കെ അത് നമ്മുടെ വീട് എവിടെ നമുക്കിനി ഇതുകൂടെ ഒരു കൃഷി നടാം. നമ്മുടെ വീടൊക്കെ എനിക്കറിയാം. ഒരു നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഉള്ള വീടുണ്ട്. കൃഷിയൊന്നും നടത്തണ്ട ഞാനേ പഠിക്കാറില്ല. അപ്പൊ ഗൈസ് ചെറിയൊരിടവേളയ്ക്ക് ശേഷം നമ്മ വന്നു കാക്കാതെ നമുക്ക് ഇതുകൂടത്തെ കൃഷി ചെയ്യാം. പച്ചക്കറി ഗൈസ് അല്ല നമ്മുടെ വീടൊന്നും കാണിച്ചെടുത്തേ. ആ വീട് കാണിച്ചത് മര്യാദക്കൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇച്ചിരി വെട്ടം വെച്ചോടുത്തേ. ഞാൻ വെച്ചോടുത്തേ കൂടൊക്കെ ഉണ്ടോ? ഇച്ചിരി വെട്ടം വെച്ചോടുത്തോളാം. ശരി ഒന്ന് വീട്ടിലാടേക്ക് ഇനിയില്ലേ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഡോർ കൊടുക്കണം. ഡോർ കൊടുത്തിട്ട് ഇങ്ങനെ പോയിട്ട് ഒരു റൂം, അതിന്റെ പുറത്ത് വേറൊരു റൂം, റൂം അങ്ങനെ വലുതാക്കി. ഗൈസ് ഈ വീട് നമ്മ വലുതാക്കാനാണ് പ്ലാൻ ഇട്ടേക്കണം. അത് നീളം കൂട്ടാൻ. അതെ നീളം കൂട്ടാൻ. സോറി ഓക്കെ ബുല്ലോട്ടുകാരനവിടെ ബുല്ലോട്ടുകാരാ നീ ഇപ്പൊ എന്ത് ചെയ്യണ? കൃഷി പച്ചക്കറി പിന്നെ വല്ലതും തിന്നാൻ വേണടാ. എടാ നമുക്ക് ഇറച്ചി, നാളെ നമുക്ക് ഇറച്ചി മേടിച്ച് തരുന്നുണ്ട്. എന്താടാ ഇറച്ചി മേടിച്ചെന്നും പറഞ്ഞു? നീ പൈസ ഞാൻ ഇവിടുത്തെ പശുവിനെ കൊണ്ട് പശുവാണ് ഇവിടുത്തെ ഇറച്ചി. ഇങ്ങോട്ടേക്ക് വന്നോളാം. പശുവിന് തിന്നാൻ വെള്ളം കയറി വെള്ളം കയറ്റണ്ട. അൺലിമിറ്റഡ് വെള്ളമായ പണി കിട്ടുവേ. അൺലിമിറ്റഡ് വെള്ളോ? വെള്ളം കൂടി കൂടി വന്നേനെ. ഞങ്ങളുടെ വെള്ളം ഒരു ഭാഗത്താട് പോകട്ടെ. എടാ വെള്ളം നമ്മുടെ വീട്ടിലേക്ക് ഇതുപോലെ ലൈൻ കൊടുത്തു. ആടെ സ്വിമ്മിംഗ് പൂള് ആക്കിയാലോ വീട് ശാക്കാച്ചാൽ അത്ര ദൂരത്തായിട്ട് വെള്ളം ഇത് കൊണ്ടുപോകണം. എടാ അതിന്റെ അരികത്ത് വല്ല പുഴയുണ്ടോ കിട്ടും. നമ്മൾ ഗെയിമിലൊരു ബക്കറ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ആ ബക്കറ്റ് ഇട്ടിട്ട് വീട്ടിൽ നമ്മ കാണാത്ത സാധനമുള്ള ബക്കറ്റ് കണ്ട. അത് നമ്മുടെ കൃഷി തോട്ടം ഇതാണ്. നമുക്ക് ബക്കറ്റും കൊണ്ട് നമുക്ക് വീട്ടിലെ പണി നോക്കാം. തിന്നാനുള്ളതായി. ഇനി നോക്കി ഈ സ്റ്റെപ്പ് ഡോറ് പറഞ്ഞിട്ട് അടുത്ത റൂം പണി. ഡോർ ഇട്ടിട്ട് അടുത്ത റൂം ഇടും. ഓക്കെ അവിടെ എന്താണ് 2 സ്റ്റെപ്പ് വന്നേക്കണം. നീ എന്താ സ്റ്റോൺ കൊണ്ട് ചെയ്യണം? സ്റ്റോണല്ലേ ഭംഗി ബ്യൂട്ടി. എന്താണ് ഗൈസ് സ്റ്റെപ്പ് വരാത്തത്? ജസ്റ്റ് ഫോർ ഒരു മിനിറ്റ്. എന്നാ കേറാത്തിയ സ്ഥലമല്ലല്ലോ കുറച്ച് നീട്ടിട്ട് സ്റ്റെപ്പ് ഇത്ര സെറ്റായി. ഇവിടെ ഈ ബ്ലോക്ക് എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചെടുക്കരുത്. തല ഇത് ഒന്നുകൂടി പൊളിക്കുന്നു. പിന്നെ അവിടെ അതിങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും പൊക്കി കൊടുക്കണം അടിയിന്ന്. ഓക്കെ സെറ്റ്. ഇനി ഇതെടുത്ത് മാറ്റണം. പ്രോബ്ലം ആയി പോയി. സോറി തെറ്റിപ്പോയി. ഇങ്ങനെ ലോകത്താടു എന്നിട്ട് നമ്മൾ ദൂരെ വെച്ചോടുക്കും. അവിടെ അങ്ങനെ ഇരുന്നോട്ടെ. എന്നിട്ട് ദൂരെ സ്റ്റെയർകേസ്, ഇങ്ങോട്ടേക്ക് സ്റ്റെയർകേസ്, ഇങ്ങോട്ടേക്ക് സ്റ്റെയർകേസ്, ഇങ്ങോട്ടേക്ക് സ്റ്റെയർകേസ്. അയ്യോ കയറാൻ പറ്റില്ല. അപ്പൊ ഗൈസ് നമ്മ മൂഞ്ചി ഇച്ചിരി ഉച്ചത്തിൽ സംസാരിക്കും. അത് തന്നെ ഗൈസ് മൂഞ്ചി പോയി. മൂഞ്ചി അപ്പൊ ഒന്നും കൂടി പൊളിച്ചു. ഒന്നുകൂടി ടെക്നോളജിക്കൽ ഫ്ലവേഴ്സ് പോയി. ഇത് ശരിയായി. ഇനി ഇതിവിടെ നിന്നൊരു ബ്ലോക്ക് വേണം. ബ്ലോക്ക് വെച്ചിട്ട് ഇല്ല ബ്ലോക്ക് കാണാമല്ലോ ഇവിടെ.
പൊക്കാൻ പണിയായി. എന്താണ് ഒരു സൗണ്ട് കേൾക്കണം പുലിയുടെ? അതന്നെ പുലി വരാനുണ്ടോ? സോംബീസ് വട്ടം വെച്ച് തുള്ളി വന്നു. സോംബീസ് വട്ടം വെച്ച് തിരിച്ചു. ചെവി അന്ന് ഇവിടെ നിന്ന് നേരെ വല്ല പണി ചെയ്താലേ? ഇല്ല, ഞാൻ ഇത് വളർക്കുന്നുണ്ട്. വളർത്താറ്റില്ല. സെറ്റായില്ലല്ലോ. ഇവിടെ ഒരു തകരാറ്. വെട്ടം പോരാ. ബൾബ് ഉണ്ടായിച്ചും കൊള്ളായിരുന്നല്ലേ? ബൾബില് ഉണ്ട് അപ്പൊ അവിടെ മൈൻക്രാഫ്റ്റ് PC ഉണ്ടോ? മൈൻക്രാഫ്റ്റ് PC മണ്ടത്തരങ്ങളുടെ ഒരു കൂമ്പാരമാണ് ഈ കള്ളൻ. ഉറങ്ങാൻ നോക്കത്തേക്ക് രാവിലെ ആയിട്ടുണ്ട്. എടാ ഈ ഒരു വീഡിയോ അവസാനിപ്പിച്ചാലോ? ഈ കുഴപ്പമില്ല, പണി സ്റ്റെപ്പും കൂടി വെച്ചിട്ട് കഴിച്ചു. അതെ, ഈ ബ്ലോക്ക് പോകാനോ? ഈ ബ്ലോക്കിന്റെ ഓരോ സ്ലാബ് എടുത്തിട്ട് ഇവിടെ ബ്ലോക്ക് എടുത്തിട്ട് ഈ സ്ലാബ് അങ്ങനെ ചെയ്യാൻ എനിക്ക് വെള്ളം എന്തുകൊണ്ടൊക്കെ കുഴപ്പം വന്നിട്ട് ഓക്കെ ഇങ്ങനെ കയറി അപ്പൊ അവിടെ എന്താണ് അവിടെ ആകർഷണം? ഓക്കെ ഇങ്ങനെ കയറി ഇതുകൂടി പൊട്ടിച്ച് സെറ്റ്. അയ്യോ, ടെക്നോളജിക്കൽ പ്രോബ്ലം ആയിപ്പോയി. ഇങ്ങനെ പൊട്ടിച്ച് എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒട്ടിച്ചിട്ട് ഇതുകൂടെ സ്ലാബ് വെച്ചിട്ട് ഇതുകൂടെ സ്ലാബ് വെച്ചാൽ പ്രശ്നമില്ല. സ്പീഡിൽ പോയതുണ്ടോ? സെറ്റപ്പ് ആയിട്ടുണ്ടാകും നമ്മുടെ വീട്. നീളാക്കി എടുക്കൂടെ? ഇങ്ങനെ ഡോർ വല്ലതും വെക്കാൻ പറ്റും ഇവിടെ. അങ്ങനെ ഡോറ് ആൾക്കാർ ഒരു സംഭവം ചെയ്യാനുണ്ട്. ഇവിടെ ഇല്ലേ നമ്മുടെ വീട്, ഇതെടുത്തിട്ടില്ലേ ഗൈസ്, ഇതിങ്ങനെ സൈഡിൽ മൊത്തം അയ്യോ ഗൈസ് നമുക്ക് ഇച്ചിരി ഇങ്ങനെ നീട്ടിയിട്ടില്ലേ ഗൈസ്, ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സ്ക്വയർ അതന്നെ ഇങ്ങനെ ഒരു സ്ക്വയർ ആക്കി കൊടുത്തേക്കാം ഗൈസ്. അല്ലെങ്കിൽ പണി കിട്ടാൻ സാധ്യത ഇവിടെ അയ്യോ ഈ ഗ്യാപ്പ് പോരും നമുക്ക് പോകാനും വരാനും. പൊക്കാൻ അതിനും വിട്ടു. അതോടെ വീട് ജസ്റ്റ് ഒന്ന് പണിയല്ലേ? വീട് പോലെ ഒന്നും പണിയില്ല അമ്മ. സ്ക്വയർ ബ്ലോക്ക് തീർന്നു. ഇവിടെ നേരെ പൊട്ടിച്ചെടുക്കാം ഗൈസ്. അങ്ങനെ ഗൈസ് സൈഡ് കവർ ചെയ്തെടുക്കണം നമ്മൾ. നമ്മൾ ചെയ്യുന്നു. ഇച്ചിരി പൊക്കം വെച്ചാ സോംബിക്കൊന്നും കയറാൻ പാടില്ല. 2 ബ്ലോക്ക് കയറാൻ പറ്റൂല. നമ്മുടെ ബ്ലോക്ക് കയറാൻ പറ്റൂല. മഴ പെയ്തല്ലോ. അവസാനിപ്പിക്കൂല. വേണമെങ്കിൽ ഇച്ചിരി വീട്ടിൽ പോയിട്ട് മഴ കൊള്ളണ്ട. മഴ നിന്നിട്ട് നമുക്ക് ചെയ്യാം. എന്തെങ്കിലുമൊക്കെ മഴ കൊണ്ടാകാൻ പറ്റില്ല. അങ്ങനെ സൈഡ് വെക്കാൻ പാടില്ല. കണ്ടില്ലേ അവിടെ ഒരു ഗേറ്റും വെച്ചെടുക്കാം. ഗേറ്റ് അല്ല വാതിലും വെച്ചെടുക്കാം. അവിടെ ഒക്കെ അല്ലേ ഇച്ചിരി നീക്കി പണിയായിരുന്നു കേട്ടാ. അത് ഇച്ചിരി പൊളിച്ചോ വേണമെങ്കിൽ പറ്റൂലേ? റൈസ് ഉള്ളിൽ മഴയൊന്നും കൊള്ളാനില്ല. ലീക്കേജ് ഒന്നുമില്ല വീട്ടില്. അവിടെ ഇല്ലേ അവിടെ ഡോർ വെച്ച് കൊടുത്തോളാം. വെള്ളം വേണമല്ലോ. അത് നമുക്ക് നേരെ പൊക്കത്തൊരു ഗേറ്റ് വെച്ച് കൊടുക്കണം. ഗേറ്റ് അല്ലെങ്കിൽ സോംബീസൊക്കെ കടന്നു കയറി വരും.
അപ്പൊ നമുക്ക് ഗേറ്റ് വെക്കണം. ഗേറ്റ് ഇതാ നമ്മുടെ ഡോർ വെച്ചു. ഇനി മഴ മഴ കൊള്ളാണ്ടിരിക്കാൻ പൊക്കത്തെന്തെങ്കിലും വെക്കണം. പിന്നെ മേൽക്കൂല ഒരു ബ്ലോക്ക് കൂടെ ഇറ്റ് വെക്കാം. എന്തിന്? എടാ ഡോർ എവിടെയെന്ന് പെട്ടെന്ന് മനസ്സിലാവണില്ലല്ലോ. എനിക്ക് മനസ്സിലാവും. മനസ്സിലാവും ചെറുതായിട്ട് മനസ്സിലാവാൻ പുല്ലാണ് പുല്ലല്ല മരത്തില് ഇല്ല. നല്ല മഴ പെയ്യാനുണ്ട് ഇവിടെ. ഇവിടെ ഫുഡില്ലാത്തോണ്ട്. എടാ നീ അപ്പ നേരത്തെ കൊന്നതിന്റെ ഭക്ഷണം സോംബി കഴിക്കാൻ വല്ല സോംബിയിലാണ്. ഓ ബ്ലോക്ക് നിന്ന് വളരെ ഫുഡുണ്ട. ജസ്റ്റ് വെറുതെ പുറത്താണ് എനിക്ക്. എടാ ഇതെന്തിനാ വെച്ചാൽ അത് മാറ്റും. അമ്മയിലെ കയറാൻ എല്ലാം സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇനിയും കുറച്ച് പണിയുണ്ട്. വീടിന്റെ ഉള്ളിലാണ് ഗൈസ്. അത് തേർഡ് പാർട്ടി കാണിക്കാൻ നമ്മ അല്ലേ. തേർഡ് പാർട്ടി ഗൈസ് ഇച്ചിരി വലിയ ലോങ് വീഡിയോ ആയിരിക്കും ഗൈസ്. സെക്കൻഡ് പാർട്ട് തേർഡ് പാർട്ടി ഉടൻ തന്നെ ഇറങ്ങും. അതന്നെ ഈ വീഡിയോ ഇവിടെ അവസാനിച്ചിട്ടില്ല ഗൈസ്. ഈ പൊക്കം മൊത്തം ഒന്ന് കവർ ചെയ്താലേ. ഓക്കെ. അല്ലെങ്കിൽ വീടിന്റെ ഉള്ളിലായിട്ട് മഴ ഇറങ്ങിയാനുണ്ട്. മരം മാറിയാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ച് നമ്മ പൊക്കത്തും കൂടി വെച്ചു കൊടുക്കാന്ന് വിചാരിച്ച്. ഇതെന്താ ചെയ്യാൻ വുഡ് അടിച്ചു മാറ്റി ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നേരെ വീട് പണിയിലോട്ട് പോവാം. നമുക്ക് വുഡ് വേണം. ഒന്നാമത്തെ നമുക്ക് മേൽക്കൂര പണിയാൻ പറ്റുള്ളൂ. അങ്ങനെ എല്ലാവരും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്ത് തോന്നാലും നമ്മുടെ വീട് നമ്മുടെ വീടാണ്. ഇത്ര മതിയാണ്. ഇത്ര മതി മരം കെട്ടത്. അത് മൂടിക്കളയാൻ എനിക്കത് കുറെ നേരെ അതിൽ വീടാണ്. ഓക്കെ ഇതെടുത്ത് അങ്ങനെ ഗൈസ് ഇത് പിന്നെയും 0 ആക്കണം. 0 അല്ലേ മൊത്തം ആക്കിയെടുക്കാം. 8 ഇറങ്ങി പോലെ ഇത്ര മതി അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ ഗൈസ് ഇത് കുറച്ച് ഇവിടെ ഒരു ഓപ്പൺ എയർ വേണം. നമുക്ക് കുളിക്കാനായിട്ടൊരു സ്ഥലമായി വേണം. പൊട്ടിക്കാണ്ട് ഇവിടെ മെഴുകുതിരി വെക്കാം. നീ എന്നാ ഇത് പൊട്ടിച്ച മെഴുകുതിരി വെച്ചോടാ, അല്ലെങ്കിൽ കാണാൻ വെച്ചോളൂ. ഫോണാണ്ടിരിക്കാൻ പറ്റേന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ പറ്റൂല. പറ്റൂല. ഇതാണ് സൺബാത്ത്. നമ്മുടെ വീട് അതങ്ങനെ ഇരുന്നോട്ടറ അല്ലേ. ഇല്ല മഴ സ്റ്റെപ്പിന്റെ അവിടെയാണ് മഴ. എന്നാ പൊട്ടിക്കോ സ്റ്റെപ്പിന്റെ അവിടെ മഴ. ഈ ഒരു വീഡിയോ അവസാനിക്കില്ലേ. ഒരു കാര്യം വേണ്ട. എവിടെ മെഴുകുതിരി എവിടെ ഇവിടെയും കൂടി ഇത്തിരി വെക്കാന്ന് വിചാരിച്ചതാണ്. അപ്പൊ ഗൈസ് നമ്മുടെ വീട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കണ്ടേക്ക്. വീടിന്റെ അവസ്ഥ ഇതെന്താ വീട് ഇങ്ങോട്ടേ കഴിഞ്ഞത്. അപ്പൊ ഗൈസ് ഇവിടെ നിന്ന് നമ്മ ഇങ്ങനെ പൊളിക്കും. ഇവിടെ ഇപ്പൊ പൊളിച്ചു വെച്ചേക്കാലേ. വേണ്ട അടുത്ത വീഡിയോ ചെയ്യാം. ഇവിടെ നിന്ന് ഇങ്ങനെ പൊളിച്ച് വെക്കും. പൊളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മ പൊക്കത്താട്ട് കയറി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെയും പൊക്കത്താട്ട് കയറി. എന്നിട്ട് ഇത് ഇവിടെ ഇങ്ങനത്തെ സ്ഥലം സെറ്റ് ചെയ്യാൻ കാരണം സോംബി ഒന്നും ഉള്ളിക്കാണ്ടിരിക്കരുത്. അതാണ്. പിന്നെ നമ്മളെ ഡോറോടെ ഡോർ ഇവിടെ ഡോറാക്കി. അത് തന്നെ ഗൈസ് സെറ്റ് സ്ഥലമല്ലേ. സെറ്റ് ഐഡിയ അല്ലേ. അപ്പോൾ ഗൈസ് ഇനി ഇതേപോലത്തെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബ് അടിച്ച് നമ്മുടെ കൂടെ കുടിക്കും. അപ്പോൾ ഓക്കെ.